പ്രതിപക്ഷ പാർട്ടികൾ വനിതാ സംവരണം എതിർത്തതിലൂടെ വഞ്ചിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെയാണെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ മഹിളാ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. ബിജെപി ജില്ലാ പ്രസിഡന്റ് ML ಅಶ್ವಿನಿ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿತು. ನರೇಂದ್ರ ಮೋದಿ ಸರ್ಕಾರ ಬಂದ ನಂತರವೇ ಹಲವಾರು ಯೋಜನೆಗಳು ಮಹಿಳೆಯರಿಗೋಸ್ಕರ ಜಾರಿಯಾಗಿರುವಂಥದ್ದು. ಅದರಲ್ಲಿ ನಮಗೆ ಗೊತ್ತಿರುವ ಹಾಗೆ ಸ್ವಚ್ಛ ಭಾರತ್ ಅಭಿಯಾನದ ಮೂಲಕ ಇವತ್ತು 100% ಶೌಚಾಲಯ ಬಂದಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ನರೇಂದ್ರ ಮೋದಿ ಸರ್ಕಾರದಿಂದ ಬಂದಿರುವಂಥದ್ದು. ಜನ್ಧನ್ ಅಕೌಂಟ್, ಝೀರೋ ಬ್ಯಾಲೆನ್ಸ್ ಅಕೌಂಟ್ ಅನ್ನು ನಾವು ಓಪನ್ ಮಾಡಿಸಿದ್ದು ಯಾರು? ನರೇಂದ್ರ ಮೋದಿಜಿ. ಆ ಕೊರೋನಾ ಕಾಲಘಟ್ಟದಲ್ಲಿ ಮಹಿಳೆಯರ ಅಕೌಂಟಿಗೆ ಮಾತ್ರ 500 ರೂಪಾಯಿನ ಹಾಕಿ ಮಹಿಳೆಯರಿಗೆ ಯಾವುದೇ ರೀತಿಯ ಕಷ್ಟ ಬರಬಾರ್ದು ಅಂತ ಹೇಳಿದಲ್ಲಿ ಸ್ವಲ್ಪ ಮಟ್ಟಿಗೆ ಸಹಾಯ ಮಾಡಿದ್ದು ಯಾರು ಅಂತ ಹೇಳಿದ್ರೆ ಅದು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇಷ್ಟಪಡ್ತೇನೆ. ಅದು ಮಾತ್ರ ಅಲ್ಲ, ಮಹಿಳೆಯರಿಗೋಸ್ಕರ ಬೇಟಿ ಬಚಾವೋ ಬೇಟಿ ಪಡಾವೋ. ನಾನು ಯಾವಾಗಲೂ ಹೇಳುವಂತ ಮಾತು, ಯಾಕಂತ ಹೇಳಿದ್ರೆ ಇದನ್ನು ಹೇಳಲೇಬೇಕು, ಪದೇ ಪದೇ ಹೇಳದಿದ್ರೆ ನಮ್ಮ ವಿರೋಧ ಪಕ್ಷದಲ್ಲಿರುವಂತ ബിജെപി ദേശീയ കൗൺസിൽ അംഗം പ്രമീള സി നായിക്, ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സവിത ടീച്ചർ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, ജില്ലാ വൈസ് പ്രസിഡന്റ് HR സുകന്യ, സെക്രട്ടറിമാരായ പുഷ്പ ഗോപാലൻ, പ്രമീള മജൽ, അശ്വിനി KM, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ്ഞാനി ഷാൻബാഗ്, ബെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലിനി, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രമണി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനിത R നായിക്, പ്രേമലത S, ജയന്തി ഷെട്ടി എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് വനിതകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.